11 മണിക്ക് ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ നമ്മുടെ രാവിലെയുള്ള ചായക്കുള്ള വെള്ളം വെച്ചാണ്. പിന്നെ ഇന്നിപ്പോൾ 2 ചായക്കടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒന്ന് റവ ഉപ്പുമാവും, പിന്നൊന്ന് കുട്ടിയൊക്കെ അമൃതം പൊടി കൊണ്ട് കുറുക്കുമാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പം ഞാൻ റവ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, ഇനി അതെല്ലാവർക്കും പാടെ ഉണ്ടാകില്ല. പിന്നെ തലേ ദിവസം തന്നെ മക്കൾ പ്ലാൻ ഇട്ടിട്ടുണ്ടേനി ഞങ്ങൾക്ക് അമൃതം പൊടി കുറുക്കി തരണേ രാവിലെ എന്നുള്ളത്. ഇവൾക്ക് ഈ ചെറിയ കുട്ടികളുമാരും ഇപ്പോൾ കുറുക്കൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ എന്നാൽ ഓല ഇഷ്ടങ്ങളും നടക്കട്ടെ, നമ്മുടെ ഇഷ്ടങ്ങളും നടക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പ് പൊട്ടിച്ചെടുത്തിക്കണേ, പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ചെടുത്തിക്കണേ, പിന്നെ എന്നിട്ട് നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഈ സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് വഴറ്റാണേ. അതെ, ഇപ്പോൾ നമ്മൾ കട്ടിംഗ് ബോർഡ് വീണ്ടും രംഗത്തിറങ്ങിയിട്ട് കേട്ടോ. പുതിയ കട്ടിംഗ് ബോർഡ് വാങ്ങിയത് ചില സമയത്ത് അങ്ങനെ മറക്കും. അവർ അരിഞ്ഞ് പകുതി ആകുമ്പോഴാണ് പുതിയ കട്ടിംഗ് ബോർഡ് പിന്നെ എന്തിനാ എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും പോയി മരിഞ്ഞില്ലേ, എന്നാൽ പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി നമുക്കൊരു ചായക്ക് വെള്ളം ചൂടായപ്പോൾ അതിന് കുറച്ച് ചൂടുവെള്ളം എടുത്തിക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് പനിക്കൂർക്കൻ്റെ ഇലയും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് കുടിക്കണം. കാരണം ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് ചുമയും കഫക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ രാവിലെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വെള്ളം ഉണ്ടാക്കി കുടിച്ചത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പുമാവ് റെഡിയായി, പിന്നെ നമ്മുടെ ചായ റെഡിയായി, പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ കുട്ടികൾക്കുള്ള കുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇതിൽ പഞ്ചസാര പാലോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല, വെറുതെ ജസ്റ്റ് വെള്ളത്തിൽ കുറുക്കിയെടുക്കുക. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ കഥാനായകൻ നേരത്തെ തന്നെ എണീറ്റ് ഹാജരായിക്കണേ. ഇന്നിപ്പോൾ ചട്ടിയിലാണ് പരിപാടി. ഉപ്പുമാവിൻ്റെ ചട്ടിയിൽ ഇളക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ പിന്നെ ഞാൻ ഉപ്പുമാവൊക്കെ ഒഴിച്ച് ചട്ടിയും കയ്യിലും മാത്രമായിട്ട് കൊടുത്തിക്കണം കേട്ടോ. ചൂടാറിയൊക്കെ ചെയ്തിക്കണം കേട്ടോ. ഓനെ എണീച്ച സമയമായപ്പോഴേക്കും നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് ആള് തൊപ്പി ഉള്ള കുപ്പായൊക്കെ ഇട്ട് നിൽക്കണത് കേട്ടോ. ശരിക്കുട്ടാ നല്ല ഇളക്കല്ല. കൊണ്ടമ്മച്ചി താഴത്തേക്ക് വെച്ചുതരാം. ഇരുന്നും കടന്നും നിന്നും എന്ന് പറഞ്ഞ പോലെ ആസ്വദിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സിനിമോന്. ഏതായാലും ഓനവിടെ കളിക്കുന്ന സമയം കൊണ്ട് വേഗം ഇവിടല്ലേ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാന്ന് വിചാരിച്ചു. പായും പുതപ്പും തലക്കണികളും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കാന്ന് വിചാരിച്ച്. കുറച്ച് ദിവസമായിട്ട് ഇറച്ചി, മീന് ഈ ജാതി വകകളൊന്നും നമ്മളെ വ്ളോഗിൽ കാണലില്ല അല്ലേ. നമ്മൾ കുറച്ച് കാലമായിട്ട് ശുദ്ധ വെജിറ്റേറിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ കുഞ്ഞുട്ടി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാ. അപ്പം മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മണ്ണൊക്കെ കളയാതെ ആളെന്നെയാണ് ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചത് കേട്ടോ. അതുകൊണ്ടാണ് മണ്ണ് വരെ കളയാതെ എല്ലാതും റെഡി ആയിട്ട് അവിടെ വെച്ചിരിക്കണത് കേട്ടോ. അപ്പം ഇടയ്ക്ക് പോവലുണ്ട്, കിട്ടുകയാണെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുക്കലാണ് കേട്ടോ. ഇപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഇതായതുകൊണ്ട് മീൻ കറിയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം അത് രാവിലെ തന്നെ എടുത്ത് പുറത്ത് വെച്ചതാണ്. മഞ്ഞൊക്കെ നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ മാറി മാറി വരികയാണ് കേട്ടോ.
ഞാൻ എവിടെയെങ്കിലും ഒന്ന് ക്യാമറ കൊളുത്തി വെച്ചാൽ ഇതാണുള്ള പ്രശ്നം കേട്ടോ. അതിൻ്റെ മുന്നിൽ അങ്ങോട്ട് വന്ന് നിൽക്കും, അല്ലെങ്കിൽ ആ ലൈറ്റിനെ മറിഞ്ഞ് നിൽക്കുക, അങ്ങനെ, അല്ലെങ്കിൽ ട്രൈപോഡിൻ്റെ കാല് പിടിച്ച് വലിക്കുക, അങ്ങനെയൊക്കെയുള്ള ഓരോരോ വികൃതികളാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ ഓരോ വീഡിയോകൾ ഞാൻ ഷൂട്ട് ചെയ്യണതും ഓനെ കണ്ണു വെട്ടിച്ചിട്ടാണെന്ന് പറയാം. ആ സ്റ്റൂള് ഞാൻ വലിച്ചെറിഞ്ഞതല്ല കേട്ടോ, കയ്യിൽ നിന്ന് ചാടിയതാണ്. കണ്ട വലിച്ചെറിഞ്ഞ പോലെ തോന്നൂല്ലേ. അപ്പം മിറ്റടിക്കാൻ വേണ്ടിയിട്ട് ഓനവിടെ കൊണ്ടുപോയിരുത്തിയതാണ്. ഇടയ്ക്ക് ഓരോ കരങ്ങളും പാത്രങ്ങളൊക്കെ ഇടയിൽ വന്ന് പോണത് എന്താ വെച്ചാൽ നീക്കുട്ടി അവിടെ ഇരുന്നങ്ങാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓള് ചായടി കഴിഞ്ഞ് ഓളിതാ ഇവിടെ വന്ന് എന്നോട് ഓരോ വർത്തമാനങ്ങൾ പറയാണ്. അതിൻ്റെ അടിയിൽ കൂടെ മദ്രസ്ക്ക് പോകാനുള്ള ഫർദിയും മാറ്റുന്നുണ്ട് കേട്ടോ ആള്. ഒന്ന് തണുപ്പൊക്കെ ഒന്ന് പോയി വെയിലൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പം നീക്കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കുറേ പറഞ്ഞു തന്നെ ചിലപ്പോൾ പറയാനുണ്ടാവും. അങ്ങനെ വായിക്കൊരു ഫുൾ സ്റ്റോപ്പ് ഓള് കൊടുക്കൂല കേട്ടോ. ഏത് നേരം വളവളാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഓള് മാറ്റി മഫ്തൊക്കെ ഇട്ട് സലാമൊക്കെ പറഞ്ഞ് മദ്രസക്ക് പോയിട്ടുണ്ടേനി. മുൻവശത്തൊക്കെ അടിച്ചു വാരി വേഗം അത് ആ ചൂടോടുക്കര ഇലകളൊക്കെ ചുട്ടു കേട്ടോ. അപ്പം ആ സമയത്താണ് ഇവിടെയും കൂടി ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് ഇവിടെ കുറച്ച് പുല്ലൊക്കെ വന്ന് കലമ്പായി കിടക്കാൻ കേട്ടോ. അപ്പം അതും കൂടി ഒന്ന് വേഗം ക്ലീൻ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഈ സമയത്ത് സിനിമോനെ വല്ല അജുവിൻ്റെ അടുത്ത് അകത്ത് കൊണ്ടുപോയി ആക്കിയതാണ് കേട്ടോ. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു പണി എടുക്കുകയാണെങ്കിൽ ഓന് മണത്തറിഞ്ഞ് അവിടെ എത്തും കേട്ടോ. പച്ച പുല്ല് കത്തിക്കണ ഒരു സൈക്കോയാണ് ഞാൻ കേട്ടോ. അത് വേഗം അപ്പം തന്നെ കൊണ്ടുപോയിക്കാണ്ട് ആ തീക്ക് അങ്ങോട്ട് ഇട്ടെടുത്തു. അല്ലെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ അത് വീണ്ടും അവിടെ കിടന്ന് തീർത്തുണ്ടാക്കും. അപ്പോൾ പിന്നെ അത് വേണ്ട, അതങ്ങോട്ട് കത്തി കരിഞ്ഞാണ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയിരുന്നതാണ് കേട്ടോ. ഏതായാലും പച്ചപ്പുല്ല് ഇട്ട് കൊടുത്ത് അജുവിന് നല്ല പണിയേക്കണം കേട്ടോ. മൂപ്പരവിടെ കുത്തിർന്ന് ഹോമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഓല കൂടി ഇരുന്ന് അത് പുകയിച്ച് ഭൂതത്തിനൊക്കെ പുറത്തെടുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇപ്പുറത്തെ കുറച്ച് പരിപാടികളുണ്ട്. മിറ്റടിച്ചു വല്ലതും ഞാൻ അതോടുകൂടി അവസാനിപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ വശത്ത് വന്ന് അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ പുറത്തടുപ്പ് കൂട്ടണം കേട്ടോ. മറ്റേ മഴക്കാലം അതിന് ശേഷം പുറത്തടുപ്പ് കൂട്ടിയിട്ടേ ഇല്ല. എനിക്കിപ്പോൾ പുറത്തടുപ്പ് കൂട്ടി ശീലമായിപ്പോയി. പുറത്ത് കൂട്ടുന്നതാണ് ഒന്നും കൂടി ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ വലിയ വറകും കുള്ളികളൊന്നും വെട്ടി പാകാക്കണ്ട, പിന്നെ ചകിരികളൊന്നും പാകാക്കണ്ട, ഒക്കെ വലിയതൊക്കെ അതേപോലെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കാമല്ലോ വലിയ അടുപ്പാകുമ്പോൾ. ഉള്ളിലാകുമ്പോൾ നമ്മളതൊക്കെ വെട്ടി ചെറുതാക്കി പണിയെടുക്കണം. അടുപ്പ് ഇങ്ങനെ റെഡിയാക്കിയ കാര്യത്തിൽ എനിക്ക് വലിയ അറിവൊന്നുമില്ല കേട്ടോ. കാരണം ഉമ്മ എപ്പോഴേലൊക്കെ വരുമ്പോഴാണ് ഉമ്മയാണ് അടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരല്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുട്ടി വന്നുകൊണ്ട് ഞാൻ ഉണ്ടാക്കി ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു മൂപ്പര വക വേറെ വിധത്തിലൊക്കെ റെഡിയാക്കി തരുന്നുണ്ട് കേട്ടോ. ഒന്ന് തീ കത്തിപ്പിടിച്ച് വന്നതേനും അതിപ്പോൾ മൂപ്പര് ഇല്ലാതാക്കിയിരിക്കണേ. എന്നിട്ട് പിന്നെ മൂപ്പര വകയായിട്ട് വേറെ രീതിയിലൊക്കെ അടുപ്പ് സെറ്റാക്കി തന്നു കേട്ടോ. വലിയ രണ്ടാവ് വെക്കാൻ പാകത്തിന്, എന്തെങ്കിലും വലിയ കലം ഇതുകളൊക്കെ വെക്കാൻ പാകത്തിന് വലിയൊരു പാളാത്ത അടുപ്പാക്കി തന്നു കേട്ടോ. ഏതായാലും ഇനിയിപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ എനിക്കാണെങ്കിൽ വലിയ ഒരു ഐഡിയ ഇല്ലേനോ കേട്ടോ അടുപ്പിനെ പറ്റിയിട്ട്. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ഞാൻ വീണ്ടും തീയൊക്കെ കത്തിച്ച് പിടിച്ച് നമ്മുടെ കലം അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടുത്തൊന്നും മാറാതെ ഇങ്ങനെ നിൽക്കണം. എനിക്കൊരു പേടിയുണ്ട്, കലങ്ങാനും വീണ് മൂട് പോകുമോ എന്നൊരു പേടിയുണ്ട്. നല്ലൊരു മംഗലം അല്ലേ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് വയറിങ്ങിൻ്റെ പണിക്കാർ വന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഓല് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടേക്കാണ് സ്വിച്ച് ബോർഡ് വേണ്ടിച്ചെങ്കിൽ അവിടേക്ക് ഒന്ന് അടയാളപ്പെടുത്തി തരുകൊണ്ട് എന്നുള്ളത്. അപ്പം അത് അടയാളപ്പെടുത്തിക്കൊണ്ട് നിൽക്കണം കേട്ടോ കുഞ്ഞുട്ടി. അപ്പം എന്നെയും വിളിച്ചതാണ് എവിടേക്കാണ് വേണ്ടിച്ചെങ്കിൽ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും നോക്കി ഓരോരോ തീരുമാനങ്ങളെടുത്ത് അവിടെ ഇവിടെയൊക്കെ വരച്ചുകൊണ്ട് നടക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ അടുപ്പത്തിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയെ ഇന്നിപ്പോൾ പുതിയ അടുപ്പൊക്കെ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ പിന്നെ ഒക്കെ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാനുള്ളൊരു ത്വര കേട്ടോ. അപ്പോൾ ഞാൻ തീയൊക്കെ കെട്ടിട്ടുണ്ടേനി. മീനൊക്കെ വൃത്തിയാക്കിയൊക്കെ റെഡിയാക്കി വെച്ചിനി കേട്ടോ. അപ്പോൾ മീൻകറി എന്നാൽ അടുപ്പത്ത് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തീയൊക്കെ തീ വീണ്ടും കത്തിച്ച് ഒക്കെ എടുക്കണം കേട്ടോ. ഞാൻ പറ്റിയതിങ്ങനെ തീയൊക്കെ കത്തിച്ച് വീണ്ടും ചെയ്യണ കാര്യമൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. ഇന്നിപ്പോൾ പുതിയ അടുപ്പൊക്കെ
ഉണ്ടാക്കിയതിൻ്റെ പൊലിവിലാണ് തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അടുപ്പത്ത് തന്നെ മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ അതൊക്കെ ചതച്ചൊക്കെ വെച്ച് ഓരോ സാധനങ്ങളൊക്കെ അവിടെ പോയി എടുത്തുകൊണ്ടുവന്നിട്ടാണ് ഇടുന്നത് കേട്ടോ. എല്ലാം കൊണ്ടുവന്ന് വെക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ മറന്നുപോയി. മീൻകറിയൊക്കെ കുറേ ആയി ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അങ്ങനെയുള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തീയൊക്കെ കത്തിച്ചൊഴിച്ച് കത്തിപ്പിടിപ്പിച്ച് മീൻകറി അങ്ങോട്ട് പാസ്സാക്കി. ഇവിടെ മീൻകറി വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും. പക്ഷേ ഇപ്പം ഫ്രൈ ചെയ്ത ഐറ്റംസ് ഒന്നും വല്ലാണ്ട് കഴിക്കാനും പറ്റൂലല്ലോ. അതുകൊണ്ട് മീൻകറിയുമ്മേ അങ്ങോട്ട് പിടിച്ചതാണ്. അപ്പോൾ നമ്മുടെ പുഴമീനൊക്കെ നന്നാക്കി വൃത്തിയായി കൊണ്ടുവന്നതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് എടുത്ത് തരാനും ഇങ്ങോട്ട് എടുത്ത് ഇടാനൊക്കെ ആയിട്ട് അജു വന്നിക്കണം കേട്ടോ. 1-2 സാധനമൊക്കെ എടുത്ത് തന്നപ്പോൾ ആൾക്ക് മതിയായി കേട്ടോ ഈ പരിപാടി. വേഗം വെള്ളം എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാക്കണത് കൊണ്ടോ അതോ അടുപ്പത്ത് ഉണ്ടാക്കിയതുകൊണ്ടോ എന്താണെന്നറിയില്ല, അന്നത്തെ മീൻകറിക്ക് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അല്ലെങ്കിലും കണ്ണില്ലാതിരിക്കുമ്പോഴാണല്ലോ കണ്ണിൻ്റെ വില അറിയാമെന്ന് പറഞ്ഞ പോലെ കുറേ ദിവസം കൂട്ടാണ്ടിരിക്കുമ്പോഴാണല്ലോ ഇതിൻ്റെയൊക്കെ നിലയും വിലയൊക്കെ അറിയുക. അങ്ങനെ നമ്മൾ മീൻകറിയൊക്കെ റെഡിയായി. ഏതായാലും നിലയും വിലയൊക്കെ അറിയണമെങ്കിൽ വേഗം ഇവിടുന്ന് മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ കാക്കച്ചിയോ പൂച്ചയൊക്കെ കൊണ്ടുപോയി നമുക്ക് പിന്നെ അത് കിട്ടലുണ്ടാവില്ല. അതിൻ്റെ ഇടയിലാണ് ഞാൻ 2 ദിവസം മുന്നേ ഓർഡർ ചെയ്ത ഒരു സാധനം വന്നിട്ടുണ്ടായിനി കേട്ടോ. നമ്മുടെ ഓയിൽ ബ്രഷ് കഴിഞ്ഞല്ലോ മുന്നത്തെ 2-3 വീഡിയോസിൽ നമ്മുടെ ചർച്ച. അപ്പം ഓയിൽ ബ്രഷ് ഞാൻ പുതിയതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിനി കേട്ടോ. സിലിക്കണിൻ്റെ അടിപൊളി ഓയിൽ ബ്രഷാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഓയിൽ ബ്രഷും സ്പാച്ചില ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ സ്പാച്ചില ഇങ്ങനെ വടിച്ചെടുക്കാനൊക്കെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ഓരോ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും എനിക്ക് വാങ്ങണം. അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചൊരു സാധനം ഇനി കേട്ടോ. അങ്ങനെ ഓയിൽ ബ്രഷ് തിരഞ്ഞ സമയത്ത് രണ്ടും കണ്ടപ്പോൾ ഞാൻ രണ്ടും ബുക്ക് ചെയ്തു കേട്ടോ. അപ്പം നല്ല അടിപൊളി ക്വാളിറ്റി ഒക്കെ ആയിട്ട് കേട്ടോ. രണ്ടും അത്യാവശ്യം നീളം അതൊക്കെ അല്ലേ, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ആ ഒരു ബ്രഷും എനിക്ക് ഭയങ്കര ഇഷ്ടമായ കളറും അതേപോലെ തന്നെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും നല്ല ക്വാളിറ്റി ഒക്കെ തോന്നിയിട്ട് എനിക്ക് 156 രൂപക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് രണ്ടും പാടായിട്ടുള്ള സെറ്റിന്. അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് 4 ദിവസമായിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് ഉപയോഗിച്ചാൽ അതവിടെ പാത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എടുക്കാൻ തന്നെ തോന്നണില്ല. അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് വണ്ടിയിൽ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അത് വെച്ചിട്ട് ഞാൻ ഒരു 2-3 ഫോട്ടോ എടുക്കലൊക്കെ ഇനി കേട്ടോ. അടിപൊളി എങ്ങനെയുണ്ട് ഫോട്ടോ. ഞാൻ മീഷോ എന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3-4 ഫോട്ടോ ഒക്കെ എടുത്തതാണ്. അപ്പം ഞാനുണ്ടല്ലോ ഈ ബ്രഷിൻ്റെ കഥ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇന്നാൾ ആ ഒരു ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടില്ലേനോ, അപ്പം എനിക്കൊരു ബ്രഷ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം അത് ഉപയോഗിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതാ ഈ ബ്രഷാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഡയറക്റ്റ് ഇരുമ്പ് ചട്ടിയിലൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും കേക്കിൻ്റെ മുകളിലോ അതേപോലെ തന്നെ ചപ്പാത്തി അങ്ങനെ എന്തിൻ്റെയൊക്കെ മുകളിൽ തേച്ച് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഈ ബ്രഷ് അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മൾ മീഷോനേക്കാൾ വില കുറവിൽ ആണ് കേട്ടോ ഈ ഒരു ഓൺലൈൻ ഷോപ്പിൽ. കുറച്ച് നമുക്ക് വീട്ടിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ അയൽക്കുലത്തെ സാധനങ്ങൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ നമ്പർ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 1-2 വീഡിയോസിൽ നിങ്ങൾ ആ ഒരു ഷോപ്പിൽ നിന്ന് എൻ്റെ നമ്പർ തരുമോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ചിട്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ 600 രൂപക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഡെലിവറിയാണ്. അപ്പോൾ ഓഫറൊക്കെ പരിമിത കാലത്തല്ലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കാറ്റലോഗിൽ നോക്കിക്കോളി. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.